ഹരി ഓം. 87-ാം സ്തുതി യോഗീശ്വര ഉപദേശം 3. ഇത് ഭാഗവതത്തിൽ 11-ാം സ്കന്ധം 3-ാം അധ്യായം 1 മുതൽ 23 വരെ ശ്ലോകങ്ങൾ. പൂജാവിധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആവിർഹോത്ര യോഗീശ്വരൻ ഉപദേശം അവസാനിപ്പിച്ചത്. പൂജ ചെയ്യണമെങ്കിൽ ഒരു മൂർത്തിയെ കൽപ്പിക്കണം. അതിനാൽ നിമി ചക്രവർത്തി 8ാമതൊരു ചോദ്യം ചോദിക്കുകയാണ്. ഭഗവാൻ ലോകത്തിൽ ഏതെല്ലാം അവതാരങ്ങൾ എടുത്തു, എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു, ഇനി മേലിൽ ചെയ്തേക്കാവുന്ന കർമ്മങ്ങളും പറയണം. ഇതിന് ദ്രുമിള യോഗീശ്വരൻ ഭഗവാന്റെ ദശാവതാരങ്ങളെയും ഭഗവാനാടിയ ലീലകളെയും ചുരുക്കി പറയുന്നു. ആദ്യം സ്തുതി കേൾക്കാം. രാജോവാച യാനി യാനീഹ കർമാണി യൈര്യൈ സ്വച്ഛന്ദജന്മഭിഃ ചക്രേ കരോതി കർത്താവാ ഹരിസ്താനി ബ്രുവന്തു നഃ. ദ്രുമിള ഉവാച യോ വാ അനന്തസ്യ ഗുണാനനന്താനനുക്രമിഷ്യൻ സതു ബാലബുദ്ധിഃ രജാംസി ഭൂമേർഗണയേത് കഥഞ്ചിത് കാലേന നൈവാഖിലശക്തിധാംനഃ. ഭൂതൈർയഥാ പഞ്ചഭിരാത്മസൃഷ്ടൈ പുരം വിരാജം വിരചയ്യ തസ്മിൻ സ്വാംശേന വിഷ്ടപുരുഷാഭിധാനമവാപ നാരായണാദിദേവഃ. യത്കായ ഏഷ ഭുവനത്രയസന്നിവേശോ യസ്യേന്ദ്രിയൈസ്തനുഭൃതാമുഭയേന്ദ്രിയാണി ജ്ഞാനം സ്വതശ്വസനതോ ബലമോജൈഃ സത്വാദിവിസ്ഥിതിലയോദ്ഭവാദികർത്ത. ആദാവഭൂച്ചതധൃതി രജസാസ്യ സർഗേ വിഷ്ണുസ്ഥിതോ കൃതപതിർദ്വിജധർമ്മസേതു. രുദ്രോപ്യയായ തമസാ പുരുഷഃ സാദ്യ ഇത്യുദ്ഭവസ്ഥിതിലയാ സതതം പ്രജാസു. ധർമ്മസ്യ ദക്ഷദുഹിതര്യജനിഷ്ടമൂർത്തിയാം നാരായണോ നരഋഷി പ്രവരപ്രശാന്ത. നൈഷ്കർമ്മ്യലക്ഷണമുവാച ചചാര കർമ്മ യോധ്യാപി ചാസ്തഋഷിവർയ നിഷേവിതാംഗ്രി. ഇന്ദ്രോ വിശങ്ക്യ മമ നാമ ജിഗൃക്ഷതീതി കാമം ന്യയുക്തസഗണം സബദര്യുവാക്യം. ഗത്വാപ്സരോ ഗണവസന്തസുമന്തവാദൈ സ്ത്രീപ്രേക്ഷണേഷു വിരവിദ്യത മഹിജ്ഞഃ. വിജ്ഞായ ശക്രകൃതമക്രമമാദിദേവ പ്രാഹ പ്രഹസ്യ ഗതവിസ്മയയേജമാനാൻ. മാ ഭൈഷ്ടഭൂമദന മാരുതദേവവദ്ധൂ ഗൃഹ്ണീതനോ ബലിമശൂന്യമിവം ഗുരുധ്വം. ഇത്തം ഭ്രുവത്യഭയദേ നരദേവദേവ സവ്രീഡനമ്രശിരസഃ സഘൃണം തമോചോ. നൈതദ്വിഭോ ത്വയിപരേ വികൃതേ വിചിത്രം സ്വാരാമധീര നികരാനതപാദപത്മേ. ത്വാം സേവതാം സുരകൃതാ ബഹവോന്തരായ സോവോ സ്വവിലംബ്യ പരമം വ്രജതാം പദം തേ. നാന്യസ്യ ബർഹിഷി ബലീൻ ദദതസ്വഭാഗാൻ ദത്തേ പദം ത്വമവിദാ യദി വിഘ്നമൂർധിനി. ക്ഷുത്രികാല ഗുണമാരുതജൈഹ്യശൈഷ്ണ്യാം അസ്മാനപാരജലധീനതിതീര്യ കേചിത്. ക്രോധസ്യ യാന്തി വിഫലസ്യ വശം പദേ ഗോർമജ്ജന്തി ദുശ്ചരതവശ്ച വൃഥോത്സൃജന്തി. ഇതി പ്രഗൃണതാം തേഷാം സ്ത്രീയോത്യദ്ഭുതദർശനാഃ. ദർശയാമാസ ശുശ്രൂഷാം സ്വർച്ചിതാ കുർവതീർവിഭു. തേ ദേവാനുചരാ ദൃഷ്ട്വാ സ്ത്രിയഃ ശ്രീരിവരൂപിണി ഗന്ധേന മുമുഹുസ്താസാം രൂപൗദാര്യഹതശ്രിയഃ. താനാഹ ദേവദേവേശ പ്രണതാൻ പ്രഹസന്നിവ ആസാമേകതമാം വൃദ്ധം സവർണാം സ്വർഗഭൂഷണാം. ഓമിത്യാദേശമാദായ നത്വാദം സുരവന്തിനഃ ഉർവശീമപ്സരശ്രേഷ്ഠാം പുരസ്കൃത്യ ദിവം യയുഃ. ഇന്ദ്രായാനമ്യ സദസി ശൃണ്വതാം ത്രിദിവൗകസാം
ഊചുർനാരായണബലം ശക്രസ്തത്രാസവിസ്മിതഃ ഹംസസ്വരൂപ്യവദച്യുതാത്മയോഗം ദത്തകുമാരർഷഭോ ഭഗവാൻ പിതാനഃ വിഷ്ണുശിവായ ജഗദാങ്കലയാവതീർണ സ്തേനാഹൃദാ മധുപിതാ ശ്രുതയോ ഹയാസ്യേ ഗുപ്തോപ്യയേ മനൂരിളൗഷധയശ്ച മാൽസ്യേ ക്രൗഡേ ഹതോദിതി ചൗദ്ധരതാംഭസസ്മാ കൗർമേ ധൃതോദ്രിരമ അമൃതോന്മഥനേ സ്വപൃഷ്ടോ ഗ്രാഹാത് പ്രപന്നമിഭരാജമമുഞ്ചദർദാർത്ഥം സംസ്തുന്നതോബ്ധിപതിതാൻ ശ്രമണാൻ ഋഷീംശ്ച ശക്രം ച വൃത്രവധസ്തമസി പ്രവിഷ്ടം ദേവസ്ത്രിയോ സുരഗൃഹേ പിഹിതാനാത് അനാഥ ജഗ്നേ സുരേന്ദ്രമഭയായ സദാം നൃസിംഹേ ദേവാസുരേ യുധി ച ദൈത്യപതീൻ സുരാർത്തേ ഹത്വാന്തരേഷു ഭുവനാന്യദധാ കലാഭി ഭൂത്വാദ വാമന ഇമാമഹരത് ബലേഷ്മാം യാഞ്ചാച്ഛലേന സമദാതതിതേ സുതേഭ്യ നിക്ഷത്രിയാമകൃതകാം ച ത്രിസപ്തകൃത്വോ രാമസ്തു ഹൈഹയകുലാപ്യ ഭാർഗവാഗ്നിഃ സ്വാബ്ധിം ബബന്ധ ദശവക്ത്രമഹൻ സലങ്കം സീതാപതിര്യ ജയതി ലോകമലഗ്നകീർത്തിഃ ഭൂമിർഭരാവതരണായ യദുഷ്വജന്മാ ജാതഃ കരിഷ്യതി സുരൈരപി ദുഷ്കരാണി വാതൈർവിമോഹയതി യജ്ഞകൃതോത്ര ദർഹാൻ ശൂദ്രാൻ കലോ ക്ഷിതിഭുജോ ന്യഹനിഷ്യദന്തേ ഏവം വിധാനി കർമാണി ജന്മാനി ച ജഗത്പദേഃ ഭൂരീണി ഭൂരി യശസോ വർണ്ണിതാനി മഹാഭുജഃ. ദ്രമിള യോഗീശ്വരൻ പറഞ്ഞു, ഭഗവാന്റെ അനന്ത ഗുണങ്ങളെ വർണ്ണിക്കാൻ തുടങ്ങുന്നവൻ മഠയനാണ്. നാരായണന്റെ ഗുണങ്ങൾ എണ്ണിയാൽ ഒടുങ്ങില്ല. പഞ്ചഭൂതങ്ങൾ കൊണ്ട് വിരാട് എന്ന പുരം ഉണ്ടാക്കി നാരായണൻ അതിൽ പ്രവേശിച്ച് പുരുഷൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ത്രിഗുണങ്ങളാൽ പ്രപഞ്ചം തീർത്തു. ബ്രഹ്മാവായി സൃഷ്ടികൾ നടത്തി, വിഷ്ണുവായി അവയെ സംരക്ഷിക്കുകയും രുദ്രനായി സംഹരിക്കുകയും ചെയ്യുന്നു. ഭഗവാൻ നാരായണ ഋഷിയായി അവതരിച്ച് ബദര്യാശ്രമത്തിൽ വസിക്കുന്നു. ആ ഋഷിയുടെ ഏകാഗ്രമായ തപസ്സിളക്കാൻ വേണ്ടി ഇന്ദ്രൻ കാമദേവനെയും അപ്സരസ്സുകളെയും പറഞ്ഞുവിട്ടു. എന്നാൽ കാമത്തെ എന്ന പോലെ തന്നെ ക്രോധത്തെയും ജയിച്ച നാരായണ ഋഷി സ്വന്തം ശരീരത്തിൽ നിന്ന് അനേകം സുന്ദരിമാരെ നിമിഷനേരം കൊണ്ട് സൃഷ്ടിച്ചു. അവരുടെ രൂപസൗന്ദര്യവും സുഗന്ധവും ലോകസുന്ദരിമാരെ ലജ്ജിപ്പിച്ചു. ഊരുവിൽ നിന്ന് ജനിച്ച ഉർവശിയെ ഇന്ദ്രന് കൊടുത്തയച്ചു. ഇന്ദ്രൻ ഇതെല്ലാം അറിഞ്ഞ് വിസ്മയിച്ചു. ഇങ്ങോട്ട് ദ്രോഹിക്കാൻ വന്നവരെ അങ്ങോട്ട് സമ്മാനിച്ച് പറഞ്ഞയച്ചു. ഇതാണ് നാരായണ മഹിമ. ഭഗവാൻ ഹംസരൂപം ധരിച്ച് ബ്രഹ്മാവിന് ആത്മജ്ഞാനം ഉപദേശിച്ചു. ലോകസംഗ്രഹത്തിനായി ദത്താത്രേയനായി ജനിച്ചു. സനൽകുമാരനായി ജനിച്ചതിന് ശേഷം ഞങ്ങളുടെ പിതാവായ ഋഷഭനായി പിറന്നു. ഹയഗ്രീവനായി പിറന്ന് വേദങ്ങൾ വീണ്ടെടുത്തു. മത്സ്യമായി ജനിച്ച് മനുവിനെ പ്രളയത്തിൽ നിന്ന് രക്ഷിച്ചു. വരാഹാവതാരമെടുത്ത് ഹിരണ്യാക്ഷനെ വധിച്ചു. അമൃതമഥനത്തിൽ ഒരു കൂർമ്മമായി മന്ദാര പർവ്വതം താങ്ങി. മുതല പിടിച്ച ഗജേന്ദ്രനെ രക്ഷിച്ചു. വൃത്രഹത്യ കാരണം കഷ്ടപ്പെട്ട ഇന്ദ്രനെയും അസുരൻ പിടിച്ചിട്ട സ്ത്രീകളെയും രക്ഷപ്പെടുത്തി. നരസിംഹമായി വന്ന് ഹിരണ്യകശിപുവിനെ വധിച്ചു. അസുരന്മാരെ കൊണ്ട് ഓരോ മന്വന്തരത്തിലും ഓരോ അവതാരമെടുത്ത് 3 ലോകവും പരിപാലിച്ചു. വാമനനായി ബലിയിൽ നിന്ന് ലോകമെല്ലാം മോചിപ്പിച്ചു. ഭാർഗവരാമനായി കാർത്തവീര്യനെ വധിച്ച് ദുഷ്ടന്മാരായ ക്ഷത്രിയരെയും നശിപ്പിച്ചു. സീതാവല്ലഭനായ ശ്രീരാമചന്ദ്രനായി രാവണ നിഗ്രഹം സാധിച്ചു. യദുവംശത്തിൽ കൃഷ്ണനായി അവതരിച്ച് ദേവന്മാർക്ക് പോലും സാധിക്കാത്ത കൃത്യങ്ങൾ ചെയ്യും.
യജ്ഞം ചെയ്യുന്നവരെ ബുദ്ധനായി മോഹിപ്പിക്കും. കലികാലത്ത് കൽക്കിയായി വന്ന് അധർമ്മികളായ രാജാക്കന്മാരെയെല്ലാം കൊല്ലും. ജഗതീശ്വരൻ്റെ അവതാരങ്ങൾ ഇങ്ങനെയാണ്. ദ്രുമിള യോഗീശ്വരൻ പറഞ്ഞു നിർത്തി. നമ്മൾ ഓരോരുത്തർക്കും ഉപാസനാമാർഗം ഓരോന്നായിരിക്കാം. സ്വന്തം മാർഗത്തിലൂടെ ഭഗവാനെ ഉപാസിച്ച് ചിത്തശുദ്ധി നേടി മനുഷ്യൻ മുക്തിമാർഗത്തിലേക്ക് നീങ്ങണം. ഓം നമോ ഭഗവതേ വാസുദേവായ.